ഇടുക്കിയിലേക്കാണ്. ഇടുക്കി മനോഹരമായ മണ്ഡലം എന്ന് തന്നെ പറയാം. അത് നിരവധി വിനോദസഞ്ചാരികളെ അടക്കം ആകർഷിക്കുന്ന കേരളത്തിലെ ഭൂപ്രദേശം ആണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി ഏറെ പ്രത്യേകതകൾ കൂടിയുള്ള മലയോര മേഖലകൾ ഉള്ള വന്യമൃഗജീവികളുടെ ശല്യം ഉൾപ്പെടെ കർഷകർ നേരിടുന്ന മലയോര കർഷകർ നിരവധിയുള്ള ഒരു മണ്ഡലമാണ്. നമുക്ക് ആ മണ്ഡലത്തിന്റെ ഒരു സ്ട്രക്ചറിലേക്ക് അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങൾ കൂടി പറഞ്ഞു പോകുമ്പോൾ അത് പ്രേക്ഷകർക്ക് കൂടുതൽ വ്യക്തമാകും. ഇടുക്കി ലോക്സഭാ മണ്ഡലം എന്നത് എറണാകുളം ജില്ലയിലെ 2 നിയമസഭാ മണ്ഡലങ്ങളും 5 ഇടുക്കിയിലെ നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ്. ഇതിൽ മൂവാറ്റുപുഴയും കോതമംഗലവും എറണാകുളം ജില്ലയിൽ നിന്നുള്ള നിയമസഭാ മണ്ഡലങ്ങൾ ഇടുക്കി ലോക്സഭയിൽ ഉൾപ്പെടുന്നു. മറ്റ് ദേവികുളം, ഉടുമ്പൻചോല, തൊടുപുഴ, ഇടുക്കി, പേരുമേട് എന്ന മണ്ഡലങ്ങളും ചേരുമ്പോഴാണ് ഇടുക്കിയുടെ ചിത്രം പൂർണ്ണമാവുന്നത്. 2019 ചിത്രം നമുക്ക് വേഗത്തിലൊന്ന് പരിശോധിക്കാം. ഡീൻ കുര്യാക്കോസ് 4,98,000 പരം വോട്ടുകൾ നേടുന്നു. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് ഇടതുമുന്നണി, അദ്ദേഹം 3,27,000 വോട്ടുകൾ. ഒപ്പം ബിജു കൃഷ്ണനായിരുന്നെന്ന് NDAയുടെ സ്ഥാനാർത്ഥി 78,000 വോട്ടുകൾ നേടുന്നു. ഡീൻ കുര്യാക്കോസിന്റെ ഭൂരിപക്ഷം 1,71,000 എന്ന ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്കായിരുന്നു ഇടുക്കിയുടെ രാഷ്ട്രീയം വിധി എഴുതിയത്. നിയമസഭാ മണ്ഡലങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 5 നിയമസഭാ മണ്ഡലങ്ങൾ 7-ൽ 5 ഇടതുമുന്നണിയാണ്, 2 മാത്രം UDFും. മൂവാറ്റുപുഴയും ഒപ്പം തൊടുപുഴയും മാത്രം UDF വിജയിച്ചപ്പോൾ മറ്റ് 5 ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു എന്നതാണ് 2021 ചിത്രം. എന്തായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്നതൊരു തനിയാവർത്തനം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൽ കൗതുകകരമാകുന്ന ഒന്ന്, ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് ആണ് MP എങ്കിൽ അതിനു മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആൾ ആയിരുന്നു MP എന്നുള്ളതാണ്. എന്തായാലും സ്ഥാനാർത്ഥികളിൽ ഇത്തവണയും മാറ്റമില്ല. ഒരവസരം കൂടി ഡീനിന് ഇടുക്കിക്കാർ നൽകുമോ, അതെയോ MPയെ തിരികെ എത്തിക്കുമോ? കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥികൾക്ക് മാറ്റമില്ല, ഇത്തവണയും മാറ്റമില്ല. അതിൽ ആരാണ് ഇനി ഡൽഹിയിലേക്ക് പോവുക എന്നതാണ് അറിയേണ്ടത്.